നമസ്കാരം. സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമാണ് വിശുദ്ധ അൽഫോൺസാമ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി മുട്ടത്തുപാടം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയിലെ കുടമാളൂർ ഇടവകയിൽ ഉൾപ്പെട്ട ആർപ്പൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും മേരിയുടെയും നാലാമത് മകളായി 1910 ഓഗസ്റ്റ് 19 ജനിച്ചു. അന്നക്കുട്ടി എന്ന പേരാണ് അവർ മകൾക്ക് നൽകിയത്. ചെമ്പകശ്ശേരി രാജഭരണകാലത്ത് മുട്ടത്തുപാടം കുടുംബം പള്ളി സ്ഥാപനത്തോട് അനുബന്ധിച്ച് ആർപ്പൂക്കരയിൽ സ്ഥിരതാമസമാക്കി പിന്നീട് കൊട്ടാരം വൈദ്യന്മാരുമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ഇന്നും ഈ കുടുംബത്തിലെ ചില അംഗങ്ങൾ വൈദ്യന്മാരായി അറിയപ്പെടുന്നു. അന്നക്കുട്ടിയുടെ ജനനത്തിന് മുമ്പ് അമ്മ ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെടുന്നതിനെ തുടർന്ന് ഗർഭകാലം തികയുന്നതിന് മുമ്പ് 8ാം മാസത്തിലാണ് അന്നക്കുട്ടി ജനിച്ചത്. ഓഗസ്റ്റ് 27 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേരിലുള്ള കുടമാളൂർ ഇടവക ദേവാലയത്തിൽ വെച്ച് മാമോദിസ നൽകി. പ്രസവത്തിന് ശേഷം അന്നക്കുട്ടിയുടെ മാതാവിന്റെ അസുഖം ദിനംപ്രതി വർദ്ധിച്ചു വന്നു. ഈ വേളയിൽ അവരെ കാണുവാൻ വന്ന സഹോദരി മുട്ടുചിറ മുരിക്കൻ അന്നമ്മയോട് തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അന്നക്കുട്ടി ജനിച്ച് 27ാം ദിവസം അമ്മ മരിച്ചു. പരിപാലിക്കാൻ ആരുമില്ലാത്തിരുന്നാൽ മാതൃസഹോദരി അന്നമ്മ അന്നക്കുട്ടിയെ മുട്ടുചിറയിലേക്ക് കൊണ്ടുപോയി. എങ്കിലും ഗർഭിണിയായിരുന്ന അന്നമ്മയ്ക്ക് കുഞ്ഞിനെ അധികനാൾ നോക്കുവാൻ സാധിക്കാതിരുന്നതിനാൽ വീട്ടിൽ തിരികെ കൊണ്ടുപോയി. അവിടെ കുഞ്ഞിനെ പരിപാലിച്ചത് വല്യമ്മ ത്രേസ്യാമ്മയാണ്. ഈ കാലയളവിൽ കരപ്പനെന്ന അസുഖം പിടിപെട്ട് കുഞ്ഞിന്റെ മേനി മുഴുവൻ വ്രണപ്പെട്ടിരുന്നു. രോഗത്തിന്റെ പിടിയിൽ നിന്ന് വർഷങ്ങൾ കൊണ്ടാണ് സുഖം പ്രാപിച്ചത്. കുടമാളൂർ പള്ളിയിൽ 1917 നവംബർ 27 അന്നക്കുട്ടി ആദ്യ കുർബാനക്കായി കൊണ്ടു. ചെറുപ്പത്തിൽ തന്നെ അന്നക്കുട്ടി പാവങ്ങളോട് അനുകമ്പ കാട്ടിയിരുന്നു. ആർപ്പൂക്കരയിലെ തൊണ്ണംകുഴി സർക്കാർ സ്കൂളിൽ എന്ന എന്ന പേരിൽ വിദ്യാഭ്യാസത്തിനായി 1916 മെയ് 16ാം മാസത്തിൽ ചേർന്നു. സ്കൂളിൽ ചേർക്കുവാനൊപ്പം പോയ പിതാവിന്റെ സഹോദരനായ ഏലൂപ്പറമ്പിൽ ഈപ്പന്റെ പേരിൽ നിന്നുമാണ് എന്ന ഇൻഷ്യൽ ചേർക്കപ്പെട്ടതെന്ന് അനുമാനിക്കപ്പെടുന്നു. അന്നക്കുട്ടിയെ പെട്ടെന്ന് സഹപാഠികൾക്ക് ഇഷ്ടപ്പെട്ടു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും മനഃപ്പാടമാക്കിയിരുന്നു. സഹവിദ്യാർത്ഥികളുടെ കുസൃതികളെ അവൾ സന്തോഷത്തോടെ നേരിട്ടു. മറ്റുള്ളവർ വിഷമിപ്പിച്ചാലും പരാതിയും പരിഭവവും കൂടാതെ അവരോട് പെരുമാറുമായിരുന്നു. 1920 3ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ അന്നക്കുട്ടിയെ പിതാവ് അതേ വർഷം ജൂൺ 30 മുട്ടുചിറ ഗവൺമെന്റ് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ ചേർത്തു. മുട്ടുചിറ പുതുക്കാരി കുടുംബാംഗമായിരുന്ന അന്നക്കുട്ടിയുടെ അമ്മ മേരി, അമ്മയുടെ സഹോദരിയായ മുട്ടുചിറ മുരിക്കനമ്മയുടെ വീട്ടിൽ താമസിച്ചായിരുന്നു പഠനം. അങ്ങനെ 1920 മുതൽ അന്നക്കുട്ടിക്ക് വല്യമ്മ വളർത്തമ്മയായി. അന്നക്കുട്ടിയുടെ മുട്ടത്തുപാടം കുടുംബം പോലെ പേരുകേട്ടതായിരുന്നു മുരിക്കൻ കുടുംബം. അന്നക്കുട്ടിയെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിയിക്കുന്നതിലും അവർ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും വല്യമ്മ ശ്രദ്ധിച്ചിരുന്നു. ദേവാലയത്തിൽ തന്നോടൊപ്പമാണ് അവർ വളർത്തുമകളെ കൊണ്ടുപോയിരുന്നത്. അന്നക്കുട്ടിക്ക് 11 വയസ്സായതോടെ ബാലാരിഷ്ടതകൾ നീങ്ങി ആരോഗ്യവും സൗന്ദര്യവും കൈവന്നു. കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. മോടിയായി വസ്ത്രം ധരിച്ച് പള്ളിയിലും സ്കൂളിലും പോകുന്ന അന്നക്കുട്ടിയെ ശ്രദ്ധിക്കുന്നവർ അനുദിനം വർദ്ധിച്ചു വന്നു. സൗന്ദര്യവും ഐശ്വര്യവും ഒത്തുചേർന്ന അന്നക്കുട്ടിയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് ആനയിക്കുവാൻ പല മാതാപിതാക്കളും ആഗ്രഹിച്ചു. അവർ ഇക്കാര്യം മുരിക്കൻ തറവാട്ടിലേക്ക് ദല്ലാൾമാർ വഴി അറിയിച്ചു തുടങ്ങി. 12 വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിച്ച് അയക്കണമെന്ന് പേരമ്മയിൽ ആഗ്രഹം ഉടലെടുത്തു. അവർ ഇക്കാര്യം ഭർത്താവിനോട് ഉണർത്തിച്ചു. അങ്ങനെ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. കൂടാതെ വിവാഹാലോചനകൾ നടക്കുന്ന വിവരം അന്നക്കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അക്കാലത്ത് ചെറുക്കന്റെയും പെണ്ണിന്റെയും പിതാവ്, പിതൃ സഹോദരന്മാർ, അമ്മാവന്മാർ എന്നിവർ പരസ്പരം കണ്ട് തീരുമാനങ്ങൾ പറഞ്ഞുറപ്പിച്ചാണ് വിവാഹം നടത്തിയിരുന്നത്. അവരുടെ തീരുമാനങ്ങൾക്ക് വധൂവരന്മാർ വഴങ്ങുക എന്ന രീതിയിൽ മാത്രമേ അക്കാലത്ത് നിലനിന്നിരുന്നുള്ളൂ. വിവാഹ ഉറപ്പിക്കൽ തീയതി നിശ്ചയിച്ച ശേഷമാണ് അന്നക്കുട്ടി ഈ വിവരം പറയുന്നത്. യാതൊരു കാരണവശാലും വിവാഹത്തിന് സമ്മതം നൽകില്ല എന്നത് അന്നക്കുട്ടി ദൃഢനിശ്ചയം ചെയ്തു. അവസാനം അന്നക്കുട്ടി ശാന്തശീലനായ പേരപ്പനോട് വിവരം തുറന്നു പറയാൻ തീരുമാനിച്ചു. വിവരം അവൾ പേരപ്പനോട് പറഞ്ഞു. എന്റെ പേരപ്പ, ഈശോയുടെ 5 തിരുമുറിവുകളെ ഓർത്ത് എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതേ എന്ന് പറയുകയും ബോധമറ്റ് നിലം പതിക്കുകയും ചെയ്തു. ഈ സംഭവം മൂലം മനസ്സലിഞ്ഞ അദ്ദേഹം അന്നക്കുട്ടിയെ ആശ്വസിപ്പിച്ചെങ്കിലും പേരമ്മ അന്നക്കുട്ടിയുടെ നിസ്സഹായാവസ്ഥയിലും ആലോചന തുടരുകയും ഭർത്താവിനെ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ സന്യാസിയാക്കുവാനായി അയക്കുന്നത് സാമ്പത്തിക ലാഭത്തിനായാണെന്നും മറ്റുള്ളവർ കരുതുമെന്നും തനിക്കും കുടുംബത്തിനും അത് അപമാനമാകുമെന്നും അവർ കരുതി. അവർ തുടർന്നും അന്നക്കുട്ടിയെ ശകാരിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ തന്റെ ശാരീരിക സൗന്ദര്യത്തെ അന്നക്കുട്ടി സ്വയം പഴിച്ചു. വിവാഹത്തിന് സമ്മതമല്ല എന്നത് എല്ലാ പെൺകുട്ടികളുടെയും പതിവ് പല്ലവി എന്ന നിലയ്ക്ക് കണ്ട പേരമ്മ അന്നക്കുട്ടിയുടെ അഭിപ്രായം അത്തരത്തിലുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത അന്നക്കുട്ടി അവസാന നിമിഷം വിവാഹത്തിന് തയ്യാറാകുമെന്ന് ആ ദമ്പതികൾ കരുതി. എന്നാൽ തന്നിൽ ദൃശ്യമായിരിക്കുന്ന സൗന്ദര്യത്തിന് മങ്ങലേറ്റാൽ എല്ലാ ആലോചനകളും അക്കാരണത്താൽ പിന്മാറപ്പെടുമെന്ന ചിന്ത അന്നക്കുട്ടിയാൽ ഈ വേളയിൽ ഉടലെടുത്തു.
അതിനായി ശരീരഭാഗം പൊള്ളിക്കുക എന്ന തീരുമാനത്തിലും അന്നക്കുട്ടി എത്തിച്ചേർന്നു. ആ പ്രവൃത്തിക്കായി മകരക്കൊയ്ത്ത് കഴിഞ്ഞ കളത്തിലെ പതിരുകൾ തീയിട്ട് നശിപ്പിക്കുന്ന കൂന തിരഞ്ഞെടുക്കുവാൻ അവൾ തയ്യാറായി. അടുക്കളയിൽ നിന്ന് തീപ്പൊള്ളലേൽപ്പിച്ചാൽ അത് തന്റെ കള്ളക്കളിയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് അന്നക്കുട്ടി ഉമിത്തി തിരഞ്ഞെടുത്തത്. ഉമിത്തിയാണെങ്കിൽ പുറമേ നിന്നുള്ള ദർശനത്തിൽ എല്ലായ്പ്പോഴും